ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പാക്റ്റ് ടെസ്റ്റാണ്. ഇമ്പാക്റ്റ് ടെസ്റ്റിൽ നമ്മൾ ചാർപ്പി ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട്, ചാർപ്പി ആൻഡ് ഐസോട്ട് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ചാർപ്പി ടെസ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പാക്റ്റ് ടെസ്റ്റിംഗ് മെഷീൻ. പെൻഡുലം ടൈപ്പാണ് ഇമ്പാക്റ്റ് ടെസ്റ്റിംഗ് മെഷീൻ വരുന്നത്, പെൻഡുലം ടൈപ്പാണ്. ദെൻ ടെസ്റ്റ് സ്പെസിമെൻ, സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സ്പെസിമെൻ. ഇനി നമുക്കതിൻ്റെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് തിയറി എന്ന് പറയാം. ഇമ്പാക്റ്റ് ടെസ്റ്റ് നമ്മൾ അളക്കുന്നത് ടഫ്നെസ് എന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എനർജി ദാറ്റ് എ മെറ്റീരിയൽ ഒബ്സോർബ് ഡ്യൂറിങ് ദി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബിഫോർ ഇറ്റ്സ് ഫെയിലിയർ അണ്ടർ ദി ഇമ്പാക്റ്റ് ലോഡിംഗ്. ഇമ്പാക്റ്റ് ലോഡിംഗ് സമയത്ത് ഫെയിലിയറിൻ്റെ മുന്നായിട്ട് അത് എത്ര എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതിനാണ് എന്ത് പറയുന്നത്? ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ടഫ്നെസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡക്റ്റിലിറ്റി എന്ന പ്രോപ്പർട്ടി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിനെ എത്ര കണ്ട് നമുക്ക് ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റിയാൽ അതെന്താണ്? കൂടുതൽ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇനി ഡക്റ്റിലിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ബ്രിട്ടിൽനെസ്. ദാറ്റ് ഈസ് കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? അത് ഫ്രാക്ചറായി പൊട്ടും. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറേ ഇലോങ്ങേറ്റ് ചെയ്യുക വിത്തൗട്ട് ഫ്രാക്ചർ. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിന് ടഫ്നെസ് എന്തായിരിക്കും? കൂടും. കാരണം അത് ഒരു ഇമ്പാക്റ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻ അപ്ലിക്കേഷനാണ്, ഒരു ഫോഴ്സ് സഡനായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഇമ്പാക്റ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഇമ്പാക്റ്റ് ലോഡ് അപ്ലൈ ചെയ്ത് ആ സ്പെസിമെനിൽ അപ്ലൈ ചെയ്താൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് കൂടുതലായിട്ട് ഇലോങ്ങേറ്റ് ചെയ്തിട്ടേ പൊട്ടുള്ളൂ. ദാറ്റ് ഈസ് അത് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ടഫ്നെസ് കൂടുതലായിരിക്കും. ഇനി ബ്രിട്ടൽ മെറ്റീരിയൽ ആണെങ്കിൽ എന്താണ്? അതിന് ടഫ്നെസ് കുറവായിരിക്കും. പെട്ടെന്ന് എന്ത് ചെയ്യും? പൊട്ടും. അത് ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇനി രണ്ടാമത്തത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കോൾഡ് ടെമ്പറേച്ചറിൽ ഒരു മെറ്റീരിയൽ ബ്രിട്ടിലായിരിക്കും. ദാറ്റ് ഈസ് അതിന് ടഫ്നെസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ഹോട്ട് ടെമ്പറേച്ചറിൽ ഒരു മെറ്റീരിയൽ എന്തായിരിക്കും? ഡക്റ്റൈൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്? അതിന് ടഫ്നെസ് കൂടുതലായിരിക്കും. ഇനി സ്പീഡ് ഓഫ് ലോഡിംഗ് ആണ്. സ്പീഡ് ഓഫ് ലോഡിങ് കൂടുകയാണെങ്കിൽ ടഫ്നെസ് വിൽ ബി ലെസ്സർ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് സ്പെസിമെന് ഒരു നോച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് സ്പെസിമെന് നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ വരുന്നത്. അപ്പോൾ ടെസ്റ്റ് സ്പെസിമെനിൽ ഒരു നോച്ച് ഉണ്ട്. അപ്പോൾ ഈ നോച്ച് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫെയിലിയറിനെ, അത് പൊട്ടുന്ന ഫ്രാക്ചറിനെ അതിനെ കറക്റ്റായിട്ട് കൺഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്, ആ ഒരു പോയിൻറ്റിലോട്ട് കൺഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നോച്ചിടുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിമെൻ്റെ ഡയമെൻഷൻസൊക്കെ നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ചാർപ്പി ടെസ്റ്റിലോട്ട് പോകാം. ചാർപ്പി ടെസ്റ്റിൽ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ വെക്കുന്നത് ആസ് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ വെക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ടാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇത് വേറൊരു ടെസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഐസോ ടെസ്റ്റ്. അതിൽ വെക്കുന്നത് കാൻലിവർ ബീമായിട്ടാണ്. ഇനി ചാർപ്പി ടെസ്റ്റിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത് അറ്റ് ദി സെൻറ്ററാണ്. പക്ഷേ ഐസോ ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത് അറ്റ് ഫ്രീ എൻഡാണ്. അപ്പോൾ ചാർപ്പി ടെസ്റ്റ് ആണെങ്കിൽ സപ്പോർട്ട് എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ലോഡ് അപ്ലൈ ചെയ്യുന്നത് എന്താണ്? അറ്റ് ദി സെൻറ്ററാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നോച്ച് വെക്കേണ്ടത് നമ്മളൊരു ഹാമർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു പെൻഡുലം ഹാമർ വെച്ചിട്ടാണ് ലോഡിങ് നടത്തുന്നത്. അപ്പോൾ അത് സ്ട്രൈക്ക് ചെയ്യുന്നത് നോച്ചിന് ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ സ്പെസിമെൻ വെക്കേണ്ടത് സ്ട്രൈക്ക് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈസ് ഓപ്പോസിറ്റ് ടു ദി നോച്ച് പ്രൊവൈഡഡ്. നമ്മൾ ആ സ്പെസിമെനിൽ നോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതിന് ഓപ്പോസിറ്റായിട്ടാണ് എന്ത് വെക്കേണ്ടത്? ചാർപ്പി ടെസ്റ്റിൽ സ്പെസിമെൻ വെക്കേണ്ടത്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം.
ചാർപ്പി ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഈ ഇമ്പാക്റ്റ് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ഇമ്പാക്റ്റ് ഫോഴ്സ് വന്നാൽ, ഒരു ഇമ്പാക്റ്റ് ലോഡ് വന്നാൽ എത്ര എനർജി അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പെൻഡുലം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് ഒരു ഹാമർ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മൾ പെൻഡുലം ഹാമറായിട്ട് വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് എല്ലും വെയ്റ്റ് ഓഫ് ഹാമർ, ഇവിടെ ഒരു ഹാമറിൻ്റെ ഇതുണ്ടാവും, ഹെഡ് ഉണ്ടാവും, അതിൻ്റെ വെയ്റ്റ് വരുന്നത്, വെയ്റ്റ് ഓഫ് ഹാമർ എന്ന് പറഞ്ഞാൽ W ആണ്, അല്ലെങ്കിൽ മാസ് ലിവർ ആം ഡിസ്റ്റൻസ്, ദാറ്റ് ലെങ്ത് ഓഫ് ദി ഹാമർ എല്ലും മാസ് M ആണെങ്കിൽ, അപ്പോൾ ഈ ഹാമർ നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു പ്രത്യേക ആംഗിളിലാണ്. ഫ്രം ദി സെൻറ്ററിൽ നിന്ന് 5-1 ആംഗിൾ, അല്ലെങ്കിൽ അറ്റ് ആൻ ഹൈറ്റ് ഓഫ് H1. അപ്പോൾ ഈ ഹാമർ ഇത്ര ഹൈറ്റിൽ വെച്ചാൽ, ഏതൊരു മെറ്റീരിയലും ഒരു പ്രത്യേക ഹൈറ്റിൽ വെച്ചാൽ അതിനെന്തുണ്ടാവും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടെത്തുക? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ എങ്ങനെ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് mgh1 ആണ്. mgക്ക് നമ്മൾ വെയ്റ്റ് W എന്നിടാം. അപ്പോൾ h1 എന്താണ്? h1 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ലിവർ ആം, ഹാമറിൻ്റെ ലിവർ ആം ഡിസ്റ്റൻസ്, മൈനസ് എന്ത് ചെയ്യണം? വി ഹാവ് ടു മൈനസ് ദിസ്, ഈ ഒരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആണെങ്കിൽ ഇതെന്താണ്? ഇറ്റ് ഈസ് L cos 5-1 ആണ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാം? mg ഇൻറ്റു h1 എന്ന് പറഞ്ഞാൽ L മൈനസ്, ദാറ്റ് ഈസ് L മൈനസ് L cos 5-1. ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? mgക്ക് പകരം നമ്മൾ വെയ്റ്റ് ഒന്നിച്ചെഴുതി. ദാറ്റ് ഈസ് നമുക്കിങ്ങനെ എഴുതാം, വെയ്റ്റ് ഇൻറ്റു mgക്ക് പകരം നമുക്ക് ഇത് വെയ്റ്റ് എന്ന് എഴുതാം. വെയ്റ്റ് ഇൻറ്റു L ഇൻറ്റു 1 മൈനസ് കോസ് 5-1 എന്ന് എഴുതാം. ഇതാണെന്ത്? പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ. അപ്പോൾ ഇത്ര പൊട്ടൻഷ്യൽ എനർജി ഉള്ള ഒരു ഹാമർ ഇവിടെയാണ് നമ്മൾ സ്പെസിമെൻ വെക്കുന്നുണ്ടാവുക, ഈ സെൻറ്ററിൽ. അപ്പോൾ ഈ സെൻറ്ററിൽ നമ്മളൊരു സ്പെസിമെൻ വെച്ചു. ഈ ഹാമർ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പെസിമെൻ എന്ത് ചെയ്യും? ഹിറ്റ് ചെയ്യും. ഈ സ്പെസിമെൻ ഹിറ്റ് ചെയ്തിട്ട് ഈ സ്പെസിമെൻ കുറച്ച് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യും. സ്പെസിമെൻ കുറച്ച് എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ടഫ്നെസ് അനുസരിച്ച് അതിൻ്റെ എനർജി എന്ത് ചെയ്യും? ആ സ്പെസിമെൻ എനർജി അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് ഈ സ്പെസിമെൻ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഫെയിലിയർ സംഭവിക്കും. ഈ സ്പെസിമെന് ഫെയിലിയർ സംഭവിച്ചിട്ട് ഈ ഹാമർ എന്ത് ചെയ്യും? ഈ പെൻഡുലം കുറച്ചും കൂടി ഹൈറ്റിലോട്ട് പോകും. അപ്പോൾ ഈ കുറച്ചും കൂടി ഹൈറ്റിലോട്ട് പോകുമ്പോൾ ആ ഹൈറ്റാണെന്ത്? ഇറ്റ് ഈസ് ഹൈറ്റ് ആഫ്റ്റർ ഹിറ്റിങ്ങിന് ശേഷമുള്ള ഹൈറ്റാണ് H2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ H2 എന്നുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ എനർജി അബ്സോർപ്ഷൻ കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇത് അബ്സോർബ് ചെയ്തിട്ടുള്ള എനർജി നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? എനർജി അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി നമ്മൾ നേരത്തെ പോലെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് ഹാമർ ഇൻറ്റു L ഇൻറ്റു 1 മൈനസ് കോസ് 5-2. ഇനി നമുക്ക് എനർജി ലോസ്, എത്ര എനർജിയാണ് ലോസ് ചെയ്ത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? എനർജി ലോസ് ഈക്വൽ ടു
potential energy at A minus potential energy at B. That is WL into weight into L into 1 minus cos phi 1 minus WL into 1 minus cos phi 2. ഇനി നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ WL ഇൻറ്റു കോസ് ഫൈ 2 മൈനസ് കോസ് ഫൈ 1. ഇതാണെന്ത് എനർജി ലോസിൻ്റെ ഇക്വേഷൻ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള എനർജി ലോസിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ പറയാം. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ റിലീസ് ദി ഹാമർ, ഫൈൻഡ് ദി ആംഗിൾ 5 1 ഫോർ ഫ്രീ ഫോൾ. വിത്തൗട്ട് സ്പെസിമെൻ എന്ത് ചെയ്യാം? ആംഗിൾ 5 1 കണ്ടെത്തുക. ഇനി റൈസ് ദി സ്ട്രൈക്കിംഗ് ഹാമർ ടു ദി റെസ്പെക്റ്റീവ് പൊസിഷനിലോട്ട് എന്ത് ചെയ്യുക? ഹാമറിനെ റൈസ് ചെയ്യുക. ലോക്ക് ഇറ്റ് സേഫ്ലി. ലോക്ക് ഇറ്റ് സേഫ്ലി ഇൻ, നമ്മൾ ചാർപ്പി ടെസ്റ്റ് ആയതുകൊണ്ട് ഇൻ ചാർപ്പി പൊസിഷൻ. ചാർപ്പി ടെസ്റ്റിൻ്റെ പൊസിഷനിൽ എന്ത് ചെയ്യാം? ലോക്ക് ചെയ്ത് വെക്കുക. ഫിക്സ് ദി സ്പെസിമെൻ ഇൻ ദി ഗ്രിപ്പ്. ബ്രിങ് ദി ഡമ്മി പോയിൻ്റ് ഓൺ ദി ഡയൽ, the moving pointer, and then release the hammer. The hammer will strike on the specimen. After breaking the specimen will swing to the other side of the dial. Note down the position of dummy pointer angle. Bring the hammer to its original position and remove the broken test piece. Repeat the test for 3 specimen. Prepare the calibration chart. Get the energy loss, bar impact value, and also calculate using the equation. അപ്പോൾ ചെയ്യുന്ന പ്രൊസീജിയർ ഇത്രയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹാമർ എന്ത് ചെയ്യും? നമ്മൾ ഇതാണ് ഹാമറെങ്കിൽ ഹാമർ ആദ്യം നമ്മൾ ടെസ്റ്റ് സ്പെസിമെൻ വെക്കണം. ഇവിടെ ഒരു ടെസ്റ്റ് സ്പെസിമെൻ വെക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് ഹാമർ എന്ത് ചെയ്യും? ചാർപ്പിൻ്റെ പൊസിഷനിലോട്ട് വെക്കും. അറ്റ് ആംഗിൾ 5 1 ആംഗിളിൽ. എന്നിട്ട് ഇതിനെ റിലീസ് ചെയ്യുക. ഹാമറിനെ റിലീസ് ചെയ്താൽ എന്ത് ചെയ്യും? ഇതിനെ ഹിറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്തിട്ട് ഇത് കുറച്ച് ഹൈറ്റിൽ എന്ത് ചെയ്യും? പൊങ്ങും. ഈ ഹാമർ കുറച്ച് ഹൈറ്റിൽ പൊങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ഡയൽ ഗേജ് റീഡിംഗ് ഉണ്ട്, ഡയൽ ഉണ്ടാവും. ആ ഡയലിൽ നമുക്ക് റീഡിങ് കിട്ടും. ആ ഡയലിൽ കിട്ടുന്ന റീഡിംഗ് ആണെന്ത്? എനർജി ലോസ്. ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രൊസീജിയറായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയറിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഇതിൻ്റെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടി കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊസീജിയർ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇനി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എനർജി ലോസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്ത് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒബ്സർവേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒബ്സർവേഷൻ തരുന്നുണ്ട്. എനർജി ലോസ് അപ്പോൾ ചാർപ്പി ടെസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 1 ഇറ്റ് ഈസ് നോൺ ആയിരിക്കും. ചാർപ്പി ടെസ്റ്റിൽ 5 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീൻ്റെ 5 1 ഫോർ ചാർപ്പി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 124.4 ഡിഗ്രിയാണ്. ലെങ്ത് ഓഫ് ഹാമർ അല്ലെങ്കിൽ ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 900
mm അല്ലെങ്കിൽ 0.9 മീറ്ററാണ്. അതുപോലെ തന്നെ വെയ്റ്റ് ഓഫ് ഹാമർ. വെയ്റ്റ് ഓഫ് ഹാമർ എന്താണ്? വെയ്റ്റ് ഓഫ് ഹാമർ ഈക്വൽ ടു W. വെയ്റ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് ഹാമർ ഈക്വൽ ടു M ഈക്വൽ ടു മാസ് ഓഫ് ഹാമർ ഈക്വൽ ടു 27.2 കിലോഗ്രാം. ഇനി ഇത്രയാണ് നമ്മളെ ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് വരുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഒബ്സർവേഷനായിട്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സെക്കൻഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന എനർജി ലോസാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന നമ്മൾ 3 എന്ത് ചെയ്യുന്നുണ്ട്? ട്രയൽ ചെയ്യുന്നുണ്ട്. ട്രയൽ 1, 2, 3, ദാറ്റ് ഈസ് 3 എനർജി ലോസ്. ട്രയൽ 1 എനർജി ലോസ് വരുന്നത് 40 ആണ്. ട്രയൽ 2 വരുന്നത് 42 ആണ്. ട്രയൽ 3 വരുന്നത് 41 ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എനർജി ലോസ് നിങ്ങൾ എന്ത് ചെയ്യുക? എനർജി ലോസ് നിങ്ങൾ കണ്ടെത്തുക. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒബ്സർവേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എനർജി ലോസ് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാലിബ്രേഷൻ കർവ് വരയ്ക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു കാലിബ്രേഷൻ കർവ് വരയ്ക്കാനുണ്ട്. കാലിബ്രേഷൻ ചാർട്ട് ആദ്യം ഉണ്ടാക്കണം. കാലിബ്രേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി ലോസിൻ്റെ ഇക്വേഷൻ എന്താണ്? എനർജി ലോസ് ഈക്വൽ ടു W ഇൻറ്റു L ഇൻറ്റു cos φ2 മൈനസ് cos φ1. φ1 വാല്യൂ നമുക്കറിയാം എത്രയാണ്? ഇറ്റ് ഈസ് 124.4 ഡിഗ്രിയാണ്. മാസ് ഓഫ് ഹാമർ ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഈസ് 27.2 കിലോഗ്രാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? mg ചെയ്താൽ മതി. ഇനി ലെങ്ത് ഓഫ് ഹാമർ എന്താണ്? ഇറ്റ് ഈസ് 0.9 മീറ്ററാണ്. ഇനി കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ φ2 വാല്യൂസ് എന്ത് വരാം? ഈ φ2 വാല്യൂസ് അതിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ടു φ1 വാല്യൂ വരെ ആവാം. ദാറ്റ് ഈസ് φ2 എന്താണ്? നമ്മൾ φ2നെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇതാണ് φ1 എങ്കിൽ ഇത് φ1. φ2 എന്ന് പറഞ്ഞാൽ ആംഗിൾ കറസ്പോണ്ടിങ് ടു ആഫ്റ്റർ ഹിറ്റിങ്ങിന് ശേഷമുള്ള ആംഗിളാണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഈ ഹാമർ ഹിറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിൽക്കാം. എന്ത് ചെയ്യാം? ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? φ2 എന്തായിരിക്കും? 0 ആവാം. ഇനി ഹാമർ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ φ1 ഹൈറ്റിൽ തന്നെ എന്താവാം? പൊങ്ങാം, റൈസ് ചെയ്യാം. ദാറ്റ് ഈസ് φ1 ഈക്വൽ ടു φ2. അപ്പോൾ ഹാമർ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ എനർജി എന്ത് ചെയ്തിട്ടുണ്ടാവും? അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഹാമർ സെയിം ഹൈറ്റിലോട്ട് തന്നെ റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു എനർജി, 0 എനർജി ഈക്വൽ ടു എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാക്സിമം ആയിരിക്കും. ഈ കേസിൽ എനർജി ലോസ് വിൽ ബി മാക്സിമം. ഫുൾ എനർജി എന്ത് ചെയ്യും? ഇവിടെയുള്ള മൊത്തം പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ലോസ് ആവുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ എനർജി ലോസ് എന്തായിരിക്കും? 0. വെൻ φ2 ഈക്വൽ ടു φ1 ആണെങ്കിൽ എനർജി ലോസ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ കാലിബ്രേഷൻ ചാർട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ φ2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലോസ്
ഓരോ ഫൈവ് ടുവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലോസ് കണ്ടെത്താം. 5 to 0 ഡിഗ്രി ആകുമ്പം എനർജി ലോസ് എത്രയാണ്? നിങ്ങൾ ഒരു 5 to വാല്യൂസ് എനർജി ലോസിൻ്റെ ഇക്വേഷൻ എന്താണ്? W ഇൻറ്റു L ഇൻറ്റു cos 5 മൈനസ് cos 5 cos 5 നമുക്കറിയാം. cos 5 മാത്രം എന്തേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. അപ്പം 0 ഡിഗ്രി 10 ഡിഗ്രി 20 ഡിഗ്രി അപ് ടു 5 വരെ. 5 നമുക്കറിയാം എത്രയാണ്? 124.4 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലോസ് വരയ്ക്കുക. എന്നിട്ട് നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കാനുണ്ട്. ആ ഗ്രാഫിനാണ് എന്ത് പറയുന്നത്? കാലിബ്രേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ആ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. എനർജി ലോസ് ഓൺ വൈ ആക്സിസ് ആൻഡ് 5 ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ ഗ്രാഫ് നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമുക്കൊരു എനർജി ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആവറേജ് എനർജി ലോസ്. ഇനി കാലിബ്രേഷൻ ഗ്രാഫിൽ നിന്ന് ഈ എനർജി ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 വാല്യൂ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഇത്രയേ ഉള്ളൂ എന്ത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒബ്സർവേഷനായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള 5 W L നോട്ട് ചെയ്യുക. എനർജി ലോസിൻ്റെ ആ വാല്യൂസ് തന്നിട്ടുണ്ട്, അതും നിങ്ങൾ ഒബ്സർവേഷനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേഷനായിട്ട് കാലിബ്രേഷൻ ചാർട്ട് വരക്കണം. ഇതാണ് കാലിബ്രേഷൻ ചാർട്ട്. സീരിയൽ നമ്പർ 5 to 5 എന്ന് പറഞ്ഞാൽ 0 to 5 വരെ. 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കാലിബ്രേഷൻ ചാർട്ട് നിങ്ങൾ വരയ്ക്കുക. കാലിബ്രേഷൻ ചാർട്ട് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നുണ്ടാവുക. ഇനി നിങ്ങൾ റിസൾട്ടായിട്ട് വേണ്ടത് ചാർപ്പി ടെസ്റ്റാണ്. ഫ്രം ഗ്രാഫ് എന്നുള്ള ബൈ കാൽക്കുലേഷൻ എത്രയാണ് എനർജി ലോസ് വാല്യൂ, അതുപോലെ തന്നെ ഗ്രാഫ് എന്നുള്ള എനർജി ലോസ് വാല്യൂ എത്രയാണ്, അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ഇനി കാൽക്കുലേഷൻ വഴി എങ്ങനെ എനർജി ലോസ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. നമുക്ക് എനർജി ലോസ് നമുക്ക് ഒബ്സർവേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടെസ്റ്റ് വഴി കണ്ടെത്തിയിട്ടുണ്ട്. 5 അറിയാം, WL അറിയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 വാല്യൂ കിട്ടും. എനർജി ലോസ് നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ട്? നമ്മൾ ടെസ്റ്റ് വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ 3 ട്രയൽ പറഞ്ഞിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ എനർജി ലോസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ എനർജി ലോസ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇനി 5 അറിയാം, വാല്യൂ തന്നിട്ടുണ്ട്. W അറിയാം, L അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 നിങ്ങൾ കണ്ടെത്തുക. ഈ ഇക്വേഷനിൽ നിങ്ങൾ 5 കണ്ടെത്തുക. അപ്പോൾ 5 നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു വാല്യൂ കിട്ടും. 5 ഒരു വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു 30 ഡിഗ്രി ആണെന്ന് കരുതുക. ഫോർ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടെത്തുന്നത്? ഇവിടെ നമ്മൾ എനർജി ലോസും 5 വാല്യൂ 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എനർജി ലോസ് നിങ്ങൾ ഗ്രാഫിൽ നിന്ന് കണ്ടെത്തുക. അത് നിങ്ങൾ എനർജി ലോസ് റിസൾട്ടിൽ എനർജി ലോസ് ഫ്രം ദി ഗ്രാഫായിട്ട് എഴുതുക. കാൽക്കുലേഷനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആവറേജ് എനർജി ലോസ് ഉണ്ടല്ലോ, ആ എനർജി ലോസ് നിങ്ങൾ ബൈ കാൽക്കുലേഷനായിട്ട് എഴുതുക. അപ്പോൾ റിസൾട്ടായിട്ട് വേണ്ടത്, കാൽക്കുലേഷനായിട്ട് വേണ്ടത് എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള എനർജി ലോസിൻ്റെ ആവറേജ് കാൽക്കുലേഷനായിട്ടും, പിന്നെ ഇവിടെ 5 കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഗ്രാഫിൽ നിന്ന് എടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? എനർജി ലോസ് ഫ്രം ദി ഗ്രാഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിസൾട്ട് എഴുതുക. അപ്പോൾ ഇതാണ് റിസൾട്ട് വേണ്ടത് ചാർപ്പി ടെസ്റ്റിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെന്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒബ്സർവേഷൻ ഒന്നും മറക്കരുത്. ഒബ്സർവേഷൻ ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് എഴുതുന്നുണ്ട്, മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആദ്യം നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 124.4 ഡിഗ്രി ആണ്. മാസ് ഓഫ് ഹാമർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 27.2 കിലോഗ്രാം ആണ്. അപ്പോൾ വെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം?
മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്യണം. അതുപോലെ തന്നെ ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.9 മീറ്റർ ആണ്. ഇനി നമുക്ക് എനർജി ലോസിൻ്റെയും കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും. ദാറ്റ് ഈസ് ട്രയൽ 1, 2, 3 എനർജി ലോസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 40, 42, 41. ഇതാണ് എനർജി ലോസ് വരുന്നത്, ട്രയൽ എനർജി ലോസ് വരുന്നത്. ഇതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടെത്തിയിട്ട് നിങ്ങൾ ബൈ കാൽക്കുലേഷൻ എനർജി ലോസ് എഴുതുക. φ2 കണ്ടെത്തിയിട്ട് ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് φ2 കണ്ടെത്തിയിട്ട് ഗ്രാഫ് വരച്ച് ഗ്രാഫിൽ നിന്ന് കണ്ടെത്തുന്നത് എന്ത് ചെയ്യുക, ബൈ ഗ്രാഫ് നിങ്ങൾ എനർജി ലോസ് എഴുതുക. അപ്പോൾ ഇത് ഒബ്സർവേഷനാണ്. കാൽക്കുലേഷനൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്യുക. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.